തീർന്നടാ, നീ തീർന്നു. PV അൻവറിൻ്റെ രാഷ്ട്രീയ ഭാവി തന്നെ ഇരുളടയുകയാണ്. പുതിയ മുന്നണിയുമായിട്ടാണ് PV അൻവർ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക. ജനകീയ പ്രതിപക്ഷ പ്രതിരോധ മുന്നണിയുടെ ലേബലിലായിരിക്കും മത്സരം. തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലായിരിക്കും ഈ മുന്നണിയുടെ പ്രവർത്തനങ്ങൾ. തൃണമൂൽ കോൺഗ്രസിന് പുറമേയുള്ള വോട്ടുകൾ പാളയത്തിലേക്ക് എത്തിക്കുക ലക്ഷ്യമിട്ടാണ് മുന്നണിയുടെ രൂപീകരണം തന്നെ. മൂന്നാം മുന്നണി രൂപീകരണം എന്ന വിശാല ലക്ഷ്യം കൂടി മുന്നിൽ കാണുന്നുണ്ട്. നിരവധി ചെറിയ സംഘടനകൾ മുന്നണിയുടെ ഭാഗമാക്കുകയും ഒപ്പം തന്നെ കാർഷിക, തൊഴിൽ, വ്യാപാര, സാമൂഹിക, സാംസ്കാരിക സംഘടനകളുടെ താൽപ്പര്യപ്രകാരമാണ് മുന്നണിയുടെ കീഴിൽ മത്സരിക്കുക എന്ന ഒരു തീരുമാനം എടുത്തതെന്ന് തന്നെയാണ് PV അൻവർ ഇപ്പോൾ പറഞ്ഞു നടക്കുന്നത്. അതിനിടെ LDF, UDF മുന്നണികൾക്കെതിരെ PV അൻവർ രംഗത്തെത്തി. നേതാക്കൾ കാട്ടിക്കൂട്ടിയ പലതിൻ്റെയും തെളിവുകൾ തൻ്റെ പക്കലുണ്ട് എന്നും വേണ്ടി വന്നാൽ നിലമ്പൂർ അങ്ങാടിയിൽ TV വെച്ച് അത് കാണിക്കുമെന്നും PV അൻവർ പറഞ്ഞു. UDF രക്ഷപ്പെടണമെങ്കിൽ VD സതീശൻ രാജിവെക്കണമെന്നും മാത്രമല്ല സതീശൻ്റെ മനസ്സിലും ശരീരത്തിലും അഹങ്കാരമാണ് എന്നും സതീശൻ മുഖ്യമന്ത്രിയാകാൻ വേണ്ടിയിട്ട് കൈപൊക്കുന്നവർക്ക് മാത്രമേ സീറ്റ് നൽകൂ എന്നും അൻവർ ആരോപിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. VS ജോയിക്ക് സീറ്റ് നിഷേധിച്ചത് ഇതുകൊണ്ടാണ് എന്നും VS ജോയി സതീശന് വേണ്ടി കൈപൊക്കില്ല എന്നും പിണറായിക്കെതിരെ നിലകൊണ്ട പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ പിണറായിയോടൊപ്പം ചേർന്നുവെന്നുമാണ് അൻവർ പറഞ്ഞു വെക്കുന്നത്. ഈ UDF നേതൃത്വം രക്ഷപ്പെടണമെങ്കിൽ ഇപ്പോൾ ഒറ്റ കാര്യമേ ഉള്ളൂ. ഈ പറയുന്ന VD സതീശൻ്റെ ഇന്നെടുത്തുകൊണ്ടിരിക്കുന്ന റോള് 26 തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി. ഇതാണ് അദ്ദേഹത്തിൻ്റെ നിലപാട്. നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ശരീരത്തിലും മനസ്സിലും ഒക്കെ അഹങ്കാരമാണ്. അദ്ദേഹം മുഖ്യമന്ത്രിയാകുമ്പോൾ കൈപൊന്തിക്കാനുള്ള ആളുകൾക്ക് മാത്രമായിരിക്കും കേരളത്തിൽ സീറ്റ്. അവസാനം ഇവിടെ ഉണ്ടായത് അതാണല്ലോ. ഒരു കുടിയേറ്റ കർഷകനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കാൻ നിൽക്കുന്ന ഘട്ടം അവസാന നിമിഷം വരെ, തലേന്ന് വരെ എൻ്റെ അടുത്ത് പറഞ്ഞത് എന്താണ്? അതിലൊരു മാറ്റമില്ല, ഞങ്ങൾക്ക് ആ കാര്യം അറിയാം. അപ്പോൾ എന്തുകൊണ്ട് കുടിയേറ്റ കർഷകനായ ജോയിയെ മാറ്റി? ജോയി അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പിലല്ല. ജോയി വിജയിച്ച് വന്ന് 2026 തെരഞ്ഞെടുപ്പിൽ വീണ്ടും ആ സീറ്റിന് ക്ലെയിം ഉണ്ടാകും. സ്വാഭാവികമായും വീണ്ടും ഒരുപക്ഷെ അദ്ദേഹം അവിടെ വിജയിച്ചേക്കാം. അപ്പോൾ നിയമസഭാ സാമാജികരുടെ എണ്ണം AICC എടുക്കുമ്പോൾ ജോയി VD സതീശന് കൈപൊക്കില്ല. അതും ഇതിലൊരു വിഷയമാണ്. അപ്പോൾ എത്ര ഭൂരിപക്ഷം കുറഞ്ഞാലും പരാജയപ്പെട്ടാലും പുള്ളിക്കെതിരെ കൈപൊക്കുന്ന ഒരാളവിടെ ഉണ്ടാകാൻ പാടില്ല. അത് അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ ആംഗിളാണ്. മറുഭാഗത്ത് അദ്ദേഹത്തെ തന്നെ തോൽപ്പിക്കുമെന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടിയ വിവരം. ദൂതൻ വഴി അദ്ദേഹത്തോട് പോയി സംസാരിച്ചത് പറവൂരിലെ കഴിഞ്ഞ 2020 തൊട്ടുള്ള ഓപ്പോസിറ്റ് സ്ഥാനാർത്ഥിയെ നിങ്ങൾ പരിശോധിച്ചാൽ കാണാം. അത് CPIയുടെ വളരെ ദുർബലനായ സ്ഥാനാർത്ഥിയാണ്. CPM ആ സീറ്റ് ഏറ്റെടുത്ത് കേരളത്തിൻ്റെ നിയമസഭ കാണില്ല. അൻവറിനെ കൂട്ടിയാൽ കേരളത്തിൻ്റെ നിയമസഭ VD സതീശൻ കാണില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞാൽ പിന്നെ അദ്ദേഹം എന്ത് ചെയ്യും? അദ്ദേഹം കാണില്ല എന്ന് നമുക്ക് ഉറപ്പാണല്ലോ. അപ്പോൾ ഈ രണ്ട് ആംഗിളിലാണ് എന്നെ തടസ്സപ്പെട്ടത്. ഹിറ്റ്ലറിനെ പോലെ VD സതീശൻ UDFനെ അടക്കി ഭരിക്കുകയാണ്. KC വേണുഗോപാലിന് പോലും ഒന്നും സാധിക്കുന്നില്ല എന്നുള്ളതാണ്. VD സതീശൻ്റെ നിലവിലെ റോൾ 2026 തിരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടാക്കും. അദ്ദേഹത്തിനെതിരെ കൈപൊക്കുന്നയാൾ നിലമ്പൂരിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കരുത് എന്ന് ആഗ്രഹിക്കുന്നുവെന്നും PV അൻവറിനെ UDFൽ എടുക്കില്ലെന്ന് 3 ദിവസം മുൻപ് എങ്ങനെ പിണറായി വിജയൻ അറിഞ്ഞുവെന്നുമൊക്കെ വ്യക്തമാക്കേണ്ടതുണ്ട് എന്നുകൂടി അൻവർ പറയുന്നുണ്ട്. അൻവറിനെ ഒപ്പം കൂട്ടിയാൽ VD സതീശൻ നിയമസഭ കാണില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞാൽ പിന്നെ എന്തു ചെയ്യുമെന്നൊക്കെ എന്തൊക്കെയോ പിച്ചുംപേയും പറഞ്ഞ് അഭിരമിക്കുകയാണിപ്പോൾ PV അൻവർ. കഷ്ടമാണ് ഒരു നേതാവിൻ്റെ കാര്യം. നവകേരള സദസ്സിനായിട്ട് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് കോൺട്രാക്ടർമാരിൽ നിന്നും കോടിക്കണക്കിന് രൂപ പിരിച്ചതിൻ്റെ ഫോൺ രേഖകൾ അടക്കം തൻ്റെ പക്കലുണ്ടെന്നാണ് PV അൻവർ പറയുന്നത്. തന്നെ വ്യക്തിഹത്യ നടത്തുന്നതിൽ പ്രധാനി റിയാസാണ് എന്നും ഇനിയും അത് തുടർന്നാൽ ഈ രേഖകൾ പുറത്തുവിടുമെന്നും അൻവർ പറഞ്ഞു വെക്കുന്നുണ്ട്. റിയാസിൻ്റെ പേഴ്സണൽ സെക്രട്ടറി, പ്രൈവറ്റ് സെക്രട്ടറി എന്നിവർ ഉൾപ്പെടുന്ന ഓഡിയോ രേഖകൾ തൻ്റെ കയ്യിലുണ്ട് എന്നാണ് ഇപ്പോഴത്തെ അവകാശവാദം. നവകേരള സദസ്സിൻ്റെ പേരിൽ തനിക്ക് 50 ലക്ഷം രൂപ കടമുണ്ടെന്നും തന്നെ വ്യക്തിഹത്യ നടത്തിയാൽ അതേ രീതിയിൽ തിരിച്ചടിക്കുമെന്നും കൂടി അൻവർ പറഞ്ഞു വെക്കുന്നുണ്ട്. നേതാക്കൾ കാട്ടിക്കൂട്ടിയ പലതിൻ്റെയും തെളിവുകൾ അത് തൻ്റെ പക്കലുണ്ട് എന്നുള്ളതാണ്
അവകാശവാദം വേണ്ടി വന്നാൽ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ അങ്ങാടിയിൽ TV വെച്ചത് കാണിക്കുമെന്ന് കൂടി PV അൻവർ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് തന്നെ വ്യക്തിഹത്യ നടത്താനാണ്. പല രീതിയിലുള്ള പ്രൊഫൈലുകളിൽ നിന്ന് ഇഷ്ടം പോലെ വ്യക്തിഹത്യ മെസ്സേജുകൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പോയാൽ ഞാൻ അതിനെ പ്രതിരോധിക്കും. ഞാൻ നിലമ്പൂർ അങ്ങാടിയിൽ ടെലിവിഷൻ എടുത്തു വെച്ചിട്ട് ഇവരൊക്കെ കാട്ടിക്കൂട്ടിയ പലതും എൻ്റെ കയ്യിലുണ്ട്. ഇവർ പറയുന്നത് പോലെ ഞാൻ തെളിവടിസ്ഥാനത്തിലായിരിക്കും ഞാൻ പുറത്തു വിടുക. ഇവർക്കൊന്നും പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഈ പറയുന്ന VD സതീശനായാലും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന മുഹമ്മദ് റിയാസ് ആയാലും ആര്യാടൻ ഷൗക്കത്തായാലും തലയിൽ മുണ്ടിട്ട് നിലമ്പൂരിൽ നിന്ന് ഓടി ഒളിക്കേണ്ട ഗതികളിലേക്ക് പോകും. ഞാനത് ഒരു വാണിംഗ് ആയിട്ട് തന്നെ പറയാണ്. ഇതിൻ്റെ പിന്നിൽ കംപ്ലീറ്റ് പ്രവർത്തിക്കുന്ന വ്യക്തിഹത്യ നടത്തുന്നത് മുഹമ്മദ് റിയാസിൻ്റെയും ആര്യാടൻ ഷൗക്കത്തിൻ്റെയും നേതൃത്വത്തിലാണ്. അതൊരു പരിധി കഴിഞ്ഞാൽ എനിക്ക് അതിനെ പ്രതിരോധിക്കേണ്ടി വരും. മുഹമ്മദ് റിയാസ് കേരളത്തിലെ നവകേരള സദസ്സ് നിങ്ങൾക്കറിയാം, കോടിക്കണക്കിന് രൂപ ഞങ്ങൾക്കൊക്കെ ചിലവ് വന്നാൽ ഞങ്ങൾ പിരിവിട്ട് എനിക്കതിന് മുകളിൽ 50 ലക്ഷം കടമെന്നോനെ. ഓരോ നിയോജക മണ്ഡലത്തിലും ആ നിയോജക മണ്ഡലത്തിലെ കമ്മിറ്റിക്കായിരുന്നു 140 മണ്ഡലങ്ങളിലും ആ പരിപാടി നടത്താനും അതിന് കലക്ഷൻ നടത്താനും ഒരാൾക്കും ഒരു പൈസയും ആരും കൊടുത്തിട്ടില്ല. ഇപ്പോൾ കേരളത്തിലെ മുഴുവൻ കോൺട്രാക്ടർമാരിൽ നിന്നും നവകേരള സദസ്സിൻ്റെ പേരിൽ കോടാനക്കോടി ഉറുപ്പിക ഈ പറയുന്ന മുഹമ്മദ് റിയാസ് എന്ന PWD മന്ത്രി പിരിച്ചതിൻ്റെ വീഡിയോകളും അദ്ദേഹം നേരിട്ട് സംസാരിച്ച ഫോൺ കോളുകളും അദ്ദേഹത്തിൻ്റെ PS-ഉം അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയും അദ്ദേഹത്തിൻ്റെ വളരെ വേണ്ടപ്പെട്ടവരും പല കോൺട്രാക്ടർമാരിൽ നിന്നും ബലമായി പൈസ പിരിച്ചതിൻ്റെ ഫോൺ കോളുകൾ എല്ലാം കേരളത്തിൽ ഞാൻ വിടും. എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. ഞാൻ വ്യക്തിഹത്യ നടത്താനല്ല ഈ തെരഞ്ഞെടുപ്പിലേക്ക് ഇറങ്ങുന്നത്. ആ രീതിയിലാണ് പോകാൻ അവർ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ തരത്തിൽ തന്നെ അതിനെ തിരിച്ചടിക്കുമെന്ന് ഈ 3 മുന്നണികളോട് 3 നേതാക്കന്മാരോടും CPM-നോട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിലമ്പൂരിലെ CPM നേതൃത്വം ചില ആളുകൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. 1500 കോടി നിലമ്പൂരിൽ നിന്ന് അടിച്ചുപോയ ഒരു നിഷാദിനെ പ്രതി ചേർത്ത് തുറങ്കലിലടക്കാൻ ഞാൻ ശ്രമിച്ചപ്പോൾ ഞാൻ പരാജയപ്പെട്ടത് എങ്ങനെയാണ് എന്ന് നിലമ്പൂരിലെ CPM-ൻ്റെ ചില നേതാക്കന്മാർക്കറിയാം. തനിക്കെതിരെ വ്യാപകമായി വ്യക്തിഹത്യ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നും PV അൻവർ പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ താൻ അതിനെ പ്രതിരോധിക്കും. VD സതീശനായാലും മുഹമ്മദ് റിയാസ് ആയാലും ആര്യാടൻ ഷൗക്കത്തായാലും തലയിൽ മുണ്ടിട്ട് നിലമ്പൂരിൽ നിന്നും പോകേണ്ടി വരുന്ന സ്ഥിതി ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അപ്പോൾ മുന്നറിയിപ്പാണ് ഇത് എന്നും പരിധി ലംഘിച്ചാൽ തക്കവിധത്തിൽ പ്രതിരോധിക്കുമെന്ന ഭീഷണി കൂടി ഒരു മുന്നണിക്കല്ല 2 മുന്നണിക്ക് നൽകുകയാണ് PV അൻവർ. എന്തൊരു മഹാനാണല്ലേ ഈ മനുഷ്യൻ. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെയും ആഭ്യന്തര വകുപ്പിനെതിരെയും ഗുരുതരമായിട്ടുള്ള അഴിമതി ആരോപണവും സ്വജനപക്ഷപാതവും ആരോപിച്ചാണ് അൻവർ കലാപമുയർത്തിയത്. കേരള രാഷ്ട്രീയത്തെ ഇളക്കി മറിച്ച നിരവധി വെളിപ്പെടുത്തലുകളാണ് അൻവർ അന്ന് നടത്തിയിരുന്നത്. ഇതെല്ലാം നിലമ്പൂരിലെ തിരഞ്ഞെടുപ്പിൽ പ്രധാന രാഷ്ട്രീയ വിഷയങ്ങളായിട്ട് പ്രതിഫലിക്കുക തന്നെ ചെയ്യും എന്നാണ് അവകാശപ്പെടുന്നത്. ഇടത് പാളയത്തോട് വിട പറഞ്ഞ അൻവർ സ്വതന്ത്രനായി പോരാടുമെന്നായിരുന്നു ആ ആദ്യ നാളുകളിലൊക്കെ പറഞ്ഞിരുന്നത്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തമ്മിൽ നല്ല നക്സസ് നിലനിൽക്കുന്നുവെന്നും പ്രതിപക്ഷ നേതാവിന് മുഖ്യമന്ത്രിയുമായി നക്സസ് ഉണ്ട് എന്നുമൊക്കെ അൻവർ പത്രസമ്മേളനത്തിലൊക്കെ നിരന്തരം ആരോപണം ഉന്നയിച്ചുകൊണ്ടിരുന്നു. സ്വന്തം പാർട്ടി ഉണ്ടാക്കി പോരാടാനായിരുന്നു അൻവറിൻ്റെ അടുത്ത നീക്കം. പക്ഷെ അതും പൊളിഞ്ഞു. 2 മുന്നണികളെയും ഒരുപോലെ വിമർശിച്ച് സ്വന്തം പാർട്ടി ഉണ്ടാക്കി കേരളത്തിൽ അധികാരം പിടിക്കുമെന്നൊക്കെയായിരുന്നു അൻവറിൻ്റെ രാഷ്ട്രീയ സ്വപ്നങ്ങൾ എന്നൊക്കെ പറയുന്നത്. കേരളത്തിൽ ഇത് നടക്കില്ല എന്ന് വ്യക്തമായതോടെ ദേശീയ പാർട്ടികൾ ഏതെങ്കിലും ഒന്നിൻ്റെ ഭാഗമായിട്ട് മാറുക എന്നായിരുന്നു പിന്നെയുള്ള ലക്ഷ്യം. പിന്നെ ഈ നീക്കത്തിൻ്റെ ഭാഗമായി ആദ്യം DMK-യുടെ ഭാഗമാകാനുള്ളൊരു ശ്രമം നടത്തി. സഭയിൽ ഇരുപക്ഷത്തുമല്ലാതെ ഇരിപ്പിടം ആവശ്യപ്പെട്ട് സ്പീക്കർക്ക് കത്ത് നൽകി DMK-യുടെ ഷാൾ അണിഞ്ഞ് സഭയിലെത്തിയതും അൻവറിൻ്റെ മറ്റൊരു ഷോയായിട്ട് എല്ലാവർക്കും അറിയുകയും ചെയ്യാം. വിവിധ വഴികൾ അന്വേഷിച്ച് മുന്നോട്ട് നീങ്ങിയ അൻവറിന് മുന്നിൽ പിന്നെ വഴികളെല്ലാം അടഞ്ഞതോടെ കൂടിയാണ് ബംഗാളിലെത്തി മമതാ ബാനർജിക്ക് കൈകൊടുത്തു കളയാം, തൃണമൂലിൻ്റെ ഭാഗമായി കളയാം എന്നൊക്കെ വിചാരിച്ചത്. ഇതോടെ സ്വതന്ത്ര MLA ആയി നിൽക്കാൻ പറ്റാത്ത രാഷ്ട്രീയ സാഹചര്യത്തിൽ എത്തിച്ചേർന്ന അൻവറിന് MLA സ്ഥാനം രാജിവെക്കേണ്ടി വന്നു. നിലമ്പൂരിൽ മത്സരിക്കില്ല എന്ന് പ്രഖ്യാപിച്ചത് UDF-ന്റെ ഭാഗമാകുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു. എന്നാൽ ദേശീയ തലത്തിൽ അത്ര നല്ല ബന്ധത്തിലല്ല തൃണമൂലും കോൺഗ്രസും എന്നും മുന്നണി പ്രവേശനം അത്ര എളുപ്പത്തിൽ നടക്കില്ല എന്നും അൻവർ അതോടുകൂടി തിരിച്ചറിയുകയും ചെയ്തു. ഇത് അൻവറിൻ്റെ രാഷ്ട്രീയത്തിന് തന്നെ ദോഷകരമായി ഭവിച്ചു എന്നുള്ളതാണ് ഈ തൃണമൂലുമായിട്ടുള്ളൊരു ബന്ധമെന്ന് പറയുന്നത്. തൃണമൂൽ കോൺഗ്രസിനെ UDF-ൽ എടുക്കണമെന്ന PV അൻവറിൻ്റെ ആവശ്യം കോൺഗ്രസ് പൂർണ്ണമായും തള്ളിയതോടുകൂടി അൻവറിൻ്റെ രാഷ്ട്രീയ നീക്കത്തിന്
കനത്ത തിരിച്ചടി അതോടുകൂടി നേരിടുകയായിരുന്നു. ഒരു വേള മുസ്ലിം ലീഗ് PV അൻവറിൻ്റെ രക്ഷകരായി മാറുമെന്ന് പോലും കരുതിയിരുന്നു. എന്നാൽ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ അനുരഞ്ജന ചർച്ചകളെല്ലാം തന്നെ പരാജയപ്പെടുകയായിരുന്നു. കോൺഗ്രസിൽ ഒറ്റ നേതാവ് മാത്രമാണ് തൻ്റെ മുന്നണി പ്രവേശനത്തിന് തടസ്സമായത് എന്നാണ് അൻവറിൻ്റെ ഇപ്പോഴത്തെയും ആരോപണമെന്ന് പറയപ്പെടുന്നത്. മുൻ KPCC അധ്യക്ഷൻ K സുധാകരൻ അൻവറിനെ മുന്നണിയിലെടുക്കണമെന്ന് ആഗ്രഹിക്കുകയും ഇതിനായിട്ട് നീക്കം നടത്തുകയും ചെയ്തിരുന്നുവെന്ന് പറയപ്പെടുന്നുണ്ട്. ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടിയും അൻവർ അനുകൂല നിലപാട് സ്വീകരിച്ച UDF നേതാക്കളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്ന ആളാണ്. എന്നാൽ അൻവറിനോട് തുടക്കം മുതൽ അകൽച്ച പാലിച്ച VD സതീശൻ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായില്ല എന്നുള്ളതാണ്. തുടർച്ചയായിട്ടുള്ള വിമർശനം മറ്റു കോൺഗ്രസ് നേതാക്കൾക്കിടയിലും അൻവർ വിരുദ്ധ നിലപാടുണ്ടാക്കി. ആര്യാടൻ ഷൗക്കത്തിനെ അധിക്ഷേപിച്ച് പരസ്യ പ്രസ്താവന നടത്തിയതാണ് അൻവറിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ കരിനിഴൽ വീഴ്ത്തിയത്. പണക്കാരും വൻകിട മുതലാളിമാരും UDFിൻ്റെയും LDFിൻ്റെയും കൂടെയാണ് എന്നും കോടികൾ ചെലവഴിക്കുവാൻ തൻ്റെ കയ്യിൽ ഇല്ലെന്നുമുള്ള അൻവറിൻ്റെ വെളിപ്പെടുത്തൽ രക്തസാക്ഷി പരിവേഷമുണ്ടാക്കിയെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടായിരുന്നു. UDF പ്രവേശനം കയ്യാലപ്പുറത്തെ തേങ്ങയാണ് എന്ന് വ്യക്തമായതോടെയാണ് പ്രതിപക്ഷ നേതാവിനെതിരെ കടുത്ത ഭാഷയിൽ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് പലപ്പോഴും. ഇപ്പോൾ നീണ്ട നാളായി അത് ഉപയോഗിച്ചു വരികയും ചെയ്യുന്നുണ്ട്. ഒരു മുന്നണിയിലേക്കും ഇല്ലെന്നും താൻ ആരെയും കണ്ടല്ല MLA സ്ഥാനം രാജിവെച്ചത് എന്നും പിണറായിസ്ഥനെതിരെ ഇറങ്ങിത്തിരിച്ചതെന്നും അത് ഇനിയും തുടരുമെന്നുമാണ് അൻവർ പറഞ്ഞു വെക്കുന്നത്. എന്നാൽ കേരള രാഷ്ട്രീയത്തിൽ ഇനി എന്ത് എന്ന വലിയൊരു ചോദ്യം ഉയർന്നു നിൽക്കുന്നുണ്ട് PV അൻവറുമായി ബന്ധപ്പെട്ടിട്ട്. ഇവിടെയാണ് PV അൻവർ കൂടി മത്സരരംഗത്തേക്ക് എത്തിയതോടെ സമീപകാലത്ത് രാഷ്ട്രീയ കേരളം കണ്ട വലിയ ഉപതെരഞ്ഞെടുപ്പ് പോരാട്ടമാണ് നിലമ്പൂരിൽ നടക്കാൻ പോകുന്നത്. ഇടത് വലത് സ്ഥാനാർത്ഥികൾക്ക് നേരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉയർത്തിക്കൊണ്ട് തന്നെയാണ് PV അൻവറിൻ്റെ തിരഞ്ഞെടുപ്പ് പ്രചരണം മുന്നോട്ട് പോകുന്നത്. PV അൻവറും അൻവർ മുന്നോട്ട് വച്ച രാഷ്ട്രീയവും നിലമ്പൂർ തിരഞ്ഞെടുപ്പ് ഫലത്തെ ആശ്രയിച്ചാകും മുന്നോട്ട് പോവുക, അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെടുക. പ്രായോഗിക രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാകാൻ കഴിയാതെ വന്നതാണ് അൻവറിൻ്റെ രാഷ്ട്രീയ നീക്കത്തിന് തിരിച്ചടി ഉണ്ടാകുന്നത് എന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കണം. അതാണ് പ്രധാന കാരണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെയും ആഭ്യന്തര വകുപ്പിനെതിരെയും ഗുരുതരമായിട്ടുള്ള അഴിമതി ആരോപണവും സ്വജനപക്ഷപാതവും ആരോപിച്ചുകൊണ്ടാണല്ലോ അൻവർ കലാപമുയർത്തി ഇടതുമുന്നണിയിൽ നിന്ന് പുറത്തുപോയത്. കേരള രാഷ്ട്രീയത്തെ ഇളക്കിമറിച്ച നിരവധി വെളിപ്പെടുത്തലുകളാണല്ലോ അൻവർ അന്ന് നടത്തിയിരുന്നത്. എന്നിട്ട് ഇവിടെ ഈ കേരളത്തിൽ എന്തുണ്ടായി? പിണറായി തന്നെ ഇപ്പോഴും കേരളം ഭരിക്കുന്നു. MR അജിത് കുമാർ തന്നെ ഇപ്പോഴും ADGP ആയി നിൽക്കുന്നു. റിയാസ് തന്നെ മരുമകനും മന്ത്രിയുമൊക്കെയായി തുടരുന്നു. പാർട്ടിക്കെതിരെയും മന്ത്രിമാർക്കെതിരെയും മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയുമൊക്കെ എന്തൊക്കെ ആരോപണങ്ങളാണ് ഉയർത്തിവിട്ടത് ഈ അൻവർ. അതൊന്നും ഒരിടത്തും എത്തിയില്ല. എല്ലാം പഴയതുപോലെ തന്നെ നടക്കുകയും ചെയ്യുന്നു. പിന്നെയാണ് അൻവറിൻ്റെ പുതിയ വെളിപ്പെടുത്തൽ എന്ന ഓലപ്പാമ്പ്. പ്രതിപക്ഷ നേതാവ് സതീശനെയും മന്ത്രി റിയാസിനെയും ഇപ്പോൾ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ തുണിയുരിക്കും പോലും. വേറെ പണി നോക്കാൻ പറയേ, ഇനിയും ജനങ്ങളെ ഇങ്ങനെ മണ്ണന്മാരാക്കാമെന്ന് കരുതണ്ട. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.